ഇന്ന് നാം ചിന്താവിഷയമാക്കുന്നത് ഒരുപക്ഷെ നമ്മുടെയെല്ലാം ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചേക്കാവുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മൾ അത്രയധികം വിലമതിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പതിയെ പതിയെ അകന്നുപോകുന്ന ആ നിമിഷം, ആ അനുഭവം എത്രത്തോളം വേദനാജനകമാണ് എന്ന് നമുക്കറിയാം. ഒരു ഫോൺ കോളിനായി, ഒരു മെസ്സേജിനായി, ഒരു ചെറിയ ശ്രദ്ധയ്ക്കായി നമ്മൾ കൊതിച്ചു പോകുന്ന നിമിഷങ്ങൾ. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ചോദ്യം ചെയ്തു എന്നിരിക്കാം, എന്തുകൊണ്ടാണ് എന്നെ ഒഴിവാക്കുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇങ്ങനെ 1000 ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ അലയടിക്കും. ആ വേദനയിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ നിരാശയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ വീണുപോയേക്കാം. എന്നാൽ ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ഈ വേദനയെ എങ്ങനെ നേരിടാമെന്ന് മാത്രമല്ല, എന്തുകൊണ്ടാണ് ഈ അവഗണനയിൽ നമ്മൾ അസ്വസ്ഥരാകുന്നത് എന്നാണ്. ഈ കാഴ്ചപ്പാട് നിങ്ങളുടെ ജീവിതത്തെ സമൂലമായി മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. ഓരോ തിരസ്കാരവും നിങ്ങളെ കൂടുതൽ ശക്തനാക്കാനുള്ള, കൂടുതൽ മികച്ച വ്യക്തിയാക്കാനുള്ള ഒരവസരമാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ചർച്ച നിങ്ങളെ സഹായിക്കും. നമ്മുടെ ഈ യാത്രയിൽ ആത്മാവബോധത്തിൻ്റെ പുതിയൊരു ലോകം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മൂല്യവത്തായ സമയങ്ങളിലൊന്നായി മാറും. കാരണം ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ആത്മാഭിമാനത്തെക്കുറിച്ചാണ്, നിങ്ങളുടെ സ്വപ്നത്തെക്കുറിച്ചാണ്, നിങ്ങളുടെ യഥാർത്ഥ സന്തോഷത്തെക്കുറിച്ചാണ്. ഒന്നാമതായി, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം നിങ്ങളോട് തന്നെയാണ്. മറ്റൊരാൾ നമ്മളെ ഒഴിവാക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അവരെക്കുറിച്ചായിരിക്കും. അവരുടെ സൗഹൃദവും സ്നേഹവും നമുക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് നമ്മൾ വിഷമിക്കുന്നു. ഈ ചിന്ത നമ്മുടെ മാനസികാരോഗ്യത്തെ ആഴത്തിൽ ബാധിക്കുന്നു. എന്നാൽ സത്യം എന്തെന്നാൽ, ഈ ലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട വ്യക്തി നിങ്ങളാണ്. ഈ ആശയം ആത്മാഭിമാനം, സെൽഫ് എസ്റ്റീം എന്ന മനഃശാസ്ത്രപരമായ തത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളെ തന്നെ സ്നേഹിക്കാനും, നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാനും, നിങ്ങളുടെ കുറവുകളെ അംഗീകരിക്കാനും കഴിയുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ശക്തനാകുന്നത്. നിങ്ങൾ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ മറ്റൊരാളുടെ കയ്യിലല്ല, അത് നിങ്ങളുടെ സ്വന്തം കയ്യിലാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയും. ഇതൊരു തരം മാനസിക സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ പൂർണ്ണമായി അംഗീകരിക്കുമ്പോൾ മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി നിങ്ങൾ കൊതിക്കുകയില്ല. മറ്റൊരാളുടെ അവഗണനയെ ഒരു വ്യക്തിപരമായ ആക്രമണമായി കാണുന്നതിന് പകരം അത് അവരുടെ മാത്രം തിരഞ്ഞെടുപ്പാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കുകയും പുറത്തുനിന്നുള്ള പ്രതികൂല സ്വാധീനങ്ങളിൽ നിന്ന് നിങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്യും. രണ്ടാമതായി, നിങ്ങളുടെ വളർച്ചയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുകയാണ്. ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിച്ച് വിഷമിക്കുന്നതിനു പകരം ആ സമയം നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയ്ക്കായി ഉപയോഗിക്കുക. ഒരു പുതിയ ഭാഷ പഠിക്കാനോ, ഇഷ്ടമുള്ള ഒരു പുസ്തകം വായിക്കാനോ, ഒരു പുതിയ ഹോബി തുടങ്ങാനോ ഈ സമയം ഉപയോഗിക്കാം. മനഃശാസ്ത്രജ്ഞർ ഇതിനെ മാസ്റ്ററി എക്സ്പീരിയൻസ് എന്ന് വിളിക്കുന്നു. അതായത് ഒരു പുതിയ കഴിവ് നേടുന്നതിലൂടെ ലഭിക്കുന്ന ആത്മവിശ്വാസം. ഈ സമയം നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഉപയോഗിക്കാം. വ്യായാമം ചെയ്യുക, ധ്യാനം പരിശീലിക്കുക, അല്ലെങ്കിൽ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് നടക്കുക. നിങ്ങളുടെ വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നിങ്ങൾ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരും കൂടുതൽ ശക്തരുമായി മാറും. ഈ മാറ്റം നിങ്ങളെ കൂടുതൽ ആകർഷകമാക്കുകയും നിങ്ങളുടെ ജീവിതം കൂടുതൽ അർത്ഥപൂർണമാക്കുകയും ചെയ്യും. കാരണം നിങ്ങളുടെ ആന്തരിക ശക്തിയാണ് യഥാർത്ഥ സന്തോഷത്തിൻ്റെ ഉറവിടം. മൂന്നാമതായി, അവരുടെ തിരസ്കാരം മറ്റൊരു മികച്ച യാത്രയിലേക്കുള്ള വഴിമാറ്റമാണ്. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കുമെന്നാണ് പറയാറുള്ളത്. ചിലപ്പോൾ ഒരാൾ നിങ്ങളെ ഒഴിവാക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു മാറ്റത്തിൻ്റെ തുടക്കമായിരിക്കാം. ഒരുപക്ഷെ ആ ബന്ധം നിങ്ങളുടെ പുരോഗതിക്ക് തടസ്സമായി നിന്ന ഒരു തടസ്സമായിരിക്കാം. ഇത് ഡിറ്റർമിനിസം എന്ന തത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട്. ചില ബന്ധങ്ങൾ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം നമുക്ക് ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്നതാണ്.
അവയുടെ കാലാവധി കഴിയുമ്പോൾ അവ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സ്വാഭാവികമായും മാറും. അതൊരു നഷ്ടമല്ല, മറിച്ച് അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു മുന്നേറ്റമാണ്. പുതിയ ആളുകളെ പരിചയപ്പെടാനും പുതിയ അവസരങ്ങൾ കണ്ടെത്താനും ഇത് നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമായ, നിങ്ങളുടെ മൂല്യങ്ങളെ ബഹുമാനിക്കുന്ന പുതിയ സൗഹൃദങ്ങൾ കണ്ടെത്താൻ ഈ മാറ്റം വഴി തുറക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വാഭാവികമായ ഒരു പരിണാമമാണ്. ഈ തിരിച്ചറിവ് നിങ്ങളെ ഭാവിയെക്കുറിച്ച് കൂടുതൽ ശുഭാപ്തി വിശ്വാസമുള്ളവരാക്കി മാറ്റും. നാലാമതായി, നിങ്ങൾ ദുഃഖിക്കുമ്പോൾ സന്തോഷവാനായി അഭിനയിക്കുന്നത് നിങ്ങളുടെ ശക്തിയെയാണ് കാണിക്കുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ ദുഃഖം പ്രകടിപ്പിക്കാതെ പുഞ്ചിരിക്കുമ്പോൾ അതിനർത്ഥം നിങ്ങൾ വളരെ ശക്തനാണ് എന്നാണ്. ഇത് വെറും ഒരു അഭിനയമല്ല, മറിച്ച് സെൽഫ് റെഗുലേഷൻ എന്ന മാനസിക കഴിവാണ്. അതായത് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്. നിങ്ങൾ വേദനാജനകമായ നിമിഷങ്ങളെ പോലും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ പ്രാപ്തനാണ് എന്നിത് സൂചിപ്പിക്കുന്നു. ഈ ശക്തി നിങ്ങളെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കുവാൻ പഠിപ്പിക്കും. മറ്റൊരാളുടെ അവഗണനയെ നിങ്ങളുടെ സന്തോഷത്തെ നിർണ്ണയിക്കുവാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് ഇതിലൂടെ നിങ്ങൾ സ്വയം തെളിയിക്കുകയാണ്. നിങ്ങൾ ഒരു ഇമോഷണൽ ഇൻവെസ്റ്ററാണ്. നിങ്ങളുടെ സന്തോഷത്തിന്റെ മൂലധനം മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല. ഈ ആത്മനിയന്ത്രണം നിങ്ങളെ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് രക്ഷിക്കും. അഞ്ചാമതായി, അവരുടെ അഭിപ്രായം നിങ്ങളുടെ വിലയെ നിർവചിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ യഥാർത്ഥ മൂല്യം നിങ്ങളുടെ നേട്ടങ്ങളോ അംഗീകാരങ്ങളോ അല്ല, മറിച്ച് നിങ്ങൾ ആരാണ് എന്നതാണ്. നിങ്ങളുടെ സത്യസന്ധത, ദയ, കഠിനാധ്വാനം തുടങ്ങിയ ഗുണങ്ങളാണ് നിങ്ങളുടെ യഥാർത്ഥ മൂല്യം. ഈ കാര്യങ്ങൾ ഒരിക്കലും മറ്റൊരാളുടെ അഭിപ്രായങ്ങളെ ആശ്രയിക്കുന്നില്ല. മനഃശാസ്ത്രപരമായി ഇതിനെ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് വിളിക്കുന്നു. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് നിങ്ങളാണ് എന്ന വിശ്വാസം. മറ്റൊരാൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നത് ഒരു പ്രശ്നമാകരുത്. കാരണം അവരുടെ ചിന്തകൾ അവരുടെ കാഴ്ചപ്പാടുകളെയും അനുഭവങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. അത് നിങ്ങളെക്കുറിച്ചുള്ള ഒരു വസ്തുനിഷ്ഠമായ വിലയിരുത്തലല്ല. നിങ്ങളുടെ യഥാർത്ഥ മൂല്യത്തിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുമ്പോൾ പുറത്തു നിന്നുള്ള പ്രതികൂല അഭിപ്രായങ്ങൾ നിങ്ങളെ ബാധിക്കുകയില്ല. ആറാമതായി, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ജീവിതം എളുപ്പമാകും. മറ്റുള്ളവർ അവരുടെ ജീവിതത്തിൽ എന്തു ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിനെ അനാവശ്യമായി ഭാരപ്പെടുത്തും. സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റുള്ളവരുടെ ജീവിതം താരതമ്യം ചെയ്യുന്നത് ഇന്ന് സാധാരണമാണ്. ഇത് സോഷ്യൽ കമ്പാരിസൺ തിയറി എന്നറിയപ്പെടുന്നു. ഇത് നമ്മളെ കൂടുതൽ വിഷാദത്തിലേക്ക് നയിക്കും. മറ്റുള്ളവർക്ക് കൂടുതൽ നല്ല ജീവിതമുണ്ട് എന്ന് നമുക്ക് തോന്നിയേക്കാം, പക്ഷേ യാഥാർത്ഥ്യം അതല്ല. ഓരോ വ്യക്തിക്കും അവരുടേതായ കഷ്ടപ്പാടുകളും വെല്ലുവിളികളുമുണ്ട്. നിങ്ങളുടെ വഴിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങൾ, പുരോഗതി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ ജീവിതം കൂടുതൽ ലളിതമാകും, സന്തോഷകരമാകും. ഏഴാമതായി, നിങ്ങളുടെ ഏറ്റവും വലിയ പ്രചോദനമാകാൻ നിങ്ങൾ തന്നെ പഠിക്കണം. ഒരാളുടെ പ്രോത്സാഹനത്തിനു വേണ്ടി കാത്തു നിൽക്കാതെ നിങ്ങളുടെ സ്വന്തം വിജയങ്ങൾക്ക് സ്വയം കൈയടിക്കാനും അഭിനന്ദിക്കാനും പഠിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചെറിയ നേട്ടവും ആഘോഷിക്കുക. മനഃശാസ്ത്രത്തിൽ ഇതിനെ സെൽഫ് മോട്ടിവേഷൻ എന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പ്രചോദിപ്പിക്കുവാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആരെയും ആശ്രയിക്കാതെ മുന്നോട്ട് പോകുവാൻ കഴിയും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ഒരു പേഴ്സണൽ മോട്ടിവേഷണൽ സിസ്റ്റം ഉണ്ടാക്കുക. സ്വയം സമ്മാനങ്ങൾ നൽകുക, നിങ്ങളുടെ പുരോഗതി ട്രാക്ക് ചെയ്യുക. ഇത് നിങ്ങളെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാക്കും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ആശ്രയിക്കാതെ മുന്നോട്ടു പോകാൻ സഹായിക്കുകയും ചെയ്യും. എട്ടാമതായി, നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പോസിറ്റീവ് എനർജി ചിന്തകളിലും വാക്കുകളിലും നിറയ്ക്കാൻ ശ്രമിക്കുക. ഇത് പോസിറ്റീവ് സൈക്കോളജി എന്ന ശാസ്ത്രശാഖയുടെ അടിസ്ഥാനമാണ്. നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിനെ വിഷാദത്തിലേക്കും അലസതയിലേക്കും നയിക്കും. എന്നാൽ പോസിറ്റീവ് ചിന്തകൾ നമുക്ക് കൂടുതൽ ഊർജം നൽകും. മറ്റൊരാളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നതിനു പകരം നല്ല വാക്കുകൾ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഈ പോസിറ്റീവ് ഊർജം നിങ്ങളെ കൂടുതൽ ആകർഷകമാക്കുകയും ചുറ്റുമുള്ളവർക്ക് പ്രചോദനമാവുകയും ചെയ്യും. നിങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും നിയന്ത്രിക്കാൻ പഠിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും. ഇത് നിങ്ങളുടെ മാനസികാവസ്ഥയെയും അതുവഴി നിങ്ങളുടെ ജീവിതത്തെയും മെച്ചപ്പെടുത്തും. ഒൻപതാമതായി, യഥാർത്ഥ സുഹൃത്തുക്കൾ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ്.
നിങ്ങൾ ഒറ്റപ്പെട്ടു പോവുകയാണെന്ന് തോന്നിയാലും നിങ്ങളുടെ ഏറ്റവും മോശം അവസ്ഥയിൽ പോലും നിങ്ങളെ കൈവിടാത്ത യഥാർത്ഥ സുഹൃത്തുക്കളുണ്ട്. അവരുടെ സാമീപ്യം നിങ്ങളുടെ മനസ്സമാധാനം വീണ്ടെടുക്കാൻ സഹായിക്കും. ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്ന തത്വമാണ് ഇവിടെ പ്രധാനം. യഥാർത്ഥ സൗഹൃദങ്ങൾ നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. അവർ നിങ്ങളുടെ ശക്തിയും ദൗർബല്യങ്ങളും മനസ്സിലാക്കി നിങ്ങളെ സ്നേഹിക്കും. അതുകൊണ്ട് അത്തരം സുഹൃത്തുക്കളെ തിരിച്ചറിയുകയും അവരുമായുള്ള ബന്ധം നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുക. 10ാമതായി, നിങ്ങൾ വിജയിക്കുന്നതുവരെ ആരും നിങ്ങളെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വിജയിക്കുക. ഈ ലോകം വിജയികളെ മാത്രം ശ്രദ്ധിക്കുന്ന ഒന്നാണ്. ഇതൊരു കഠിനമായ യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ കഴിവും ആത്മാർത്ഥമായ പരിശ്രമവും ഉപയോഗിച്ച് നിങ്ങൾ വിജയം നേടുമ്പോൾ നിങ്ങളെ ഒഴിവാക്കിയവർ പോലും നിങ്ങളിലേക്ക് മടങ്ങി വരും. നിങ്ങളുടെ വിജയം നിങ്ങളുടെ ഏറ്റവും വലിയ മറുപടിയാണ്. ഒരു വാക്കും പറയാതെ നിങ്ങൾക്ക് സ്വയം തെളിയിക്കുവാൻ കഴിയും. ഈ തിരിച്ചറിവ് നിങ്ങൾക്ക് കൂടുതൽ ലക്ഷ്യബോധം നൽകും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം സംതൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുക. 11ാമതായി, ഈ തിരസ്കാരത്തെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കുള്ള ഇന്ധനമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ അവഗണിച്ചപ്പോൾ ഉണ്ടായ വേദനയെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള ഇന്ധനമായി മാറ്റുക. ആ വേദനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കൂടുതൽ ശക്തമായി പരിശ്രമിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങളിലെത്തുക. മനഃശാസ്ത്രത്തിൽ ഇതിനെ പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്ന് വിളിക്കുന്നു. ഒരു പ്രതിസന്ധിക്ക് ശേഷം ഒരു വ്യക്തി കൂടുതൽ ശക്തനാകുകയും ജീവിതത്തെക്കുറിച്ച് പുതിയ ഉൾക്കാഴ്ച നേടുകയും ചെയ്യുന്ന അവസ്ഥ. ഈ വേദന നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താനുള്ള നിങ്ങളുടെ വാശി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നിങ്ങൾ വേദനയെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സായി ഉപയോഗിക്കുക. നിങ്ങളുടെ കഠിനാധ്വാനവും അർപ്പണബോധവും നിങ്ങളെ പുതിയ ഉയരങ്ങളിൽ എത്തിക്കും. 12ാമതായി, സന്തോഷം പങ്കുവയ്ക്കുന്നതിലൂടെ അതൊരിക്കലും കുറയുന്നില്ല എന്നുള്ളതാണ്. സന്തോഷം പങ്കുവയ്ക്കുന്നതിലൂടെ അത് വർദ്ധിക്കുക മാത്രമേ ചെയ്യൂ. നിങ്ങളുടെ സന്തോഷം മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായി കണ്ടെത്താൻ പഠിക്കുക. ഇത് ഫ്ലോ സ്റ്റേറ്റ് എന്ന മനഃശാസ്ത്രപരമായ ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ മുഴുകുമ്പോൾ ലഭിക്കുന്ന സന്തോഷം എത്ര വലുതാണ്. നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന ഒന്നായിരിക്കണം. അപ്പോൾ നിങ്ങൾ സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരു ഉറവയായി മാറും. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം സന്തോഷം വർദ്ധിക്കും. ഇത് നിങ്ങളുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുകയും ജീവിതത്തിൽ കൂടുതൽ അർത്ഥം കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യും. ഒരാൾ നിങ്ങളെ ഒഴിവാക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു തുടക്കമായി അതിനെ കാണുക. ഈ ഒഴിവാക്കൽ നിങ്ങളെ കൂടുതൽ ശക്തനാക്കാനുള്ള ഒരവസരമാണ്. നിങ്ങൾക്ക് സ്വയം പഠിക്കാനും നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാനും സ്വയം സ്നേഹിക്കാനുമുള്ള ഒരവസരമാണിത്. നിങ്ങളുടെ സന്തോഷവും സമാധാനവും മറ്റൊരാളുടെ കയ്യിലല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതം മറ്റൊരാളുടെ മാനസികാവസ്ഥയെ ആശ്രയിക്കാതെ ജീവിക്കാൻ പഠിക്കുക. ഓരോ തിരസ്കാരവും നിങ്ങളെ കൂടുതൽ ശക്തനും കൂടുതൽ മികച്ച വ്യക്തിയുമാക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായി, നിങ്ങളുടെ ഏറ്റവും വലിയ പ്രചോദകനായി സ്വയം മാറാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ധൈര്യമായി മുന്നോട്ട് പോവുക. കാരണം നിങ്ങളുടെ യാത്രയിൽ നിങ്ങളെക്കാൾ മികച്ച ഒരു കൂട്ടുകാരൻ വേറെ ആരുമില്ല. വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നുവെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.